Fourth point is India is a democratic socialist state. ഇപ്പോൾ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റാണ് ഇന്ത്യ. ആൾദോ the right from the beginning of Indian constitution fully reflected the spirit of democratic socialism. It was only in 1976, 1976 the preamble was amended to include the term socialism. ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസം ഏത് അമെൻമെൻറ്റിലൂടെയാണ്? 1976 അമെൻമെൻറ്റിലൂടെയാണ് സോഷ്യലിസം എന്ന കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. ഇറ്റ് ഈസ് നൗ റിഗാർഡഡ് ആസ് ദ പ്രൈം ഫീച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ന് സോഷ്യലിസം എന്ന ഫീച്ചർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൈം ഫീച്ചറായിട്ട് അറിയപ്പെടുന്നു. ഇന്ത്യ ഈസ് കമ്മിറ്റഡ് ടു സെക്യൂർ social, economic and political justice for its entire people by ending all forms of exploitation and by securing equitable distribution of income, resources and wealth. This is to be secured by peaceful constitution and democratic means. ഇപ്പോൾ ജനാധിപത്യ രീതിയിലൂടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ സമത്വം ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതായത് വെൽത്ത് അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ ഇൻകം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ റിസോഴ്സസ് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ദിസ് ഈസ് ടു ബി സെക്യൂർഡ് ബൈ പീസ്ഫുൾ. ഇപ്പോൾ ഇതെല്ലാം സംരക്ഷിക്കുന്നത് വളരെ സമാധാനപരമായ, വളരെ ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസിലൂടെ ആയിരിക്കുന്നു. സോ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഇന്ത്യ ഈസ് എ സെക്കുലാർ സ്റ്റേറ്റ്. സോ ഇന്ത്യ ഗീവ്സ് എ സ്പെഷ്യൽ സ്റ്റാറ്റസ്, നോ റിലീജിയൻ. ഇപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രത്യേക മതമില്ല, മതേതരത്വ രാജ്യം, അതാണ് ഇന്ത്യ. ആൻഡ് ദർ ഈസ് നോ സച്ച് തിങ് ആസ് എ സ്റ്റേറ്റ് റിലീജിയൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യക്ക് പ്രത്യേക ഒരു മതമില്ല. അപ്പോൾ ഇതിനാണ് നമ്മൾ സെക്കുലാർ എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുക. ദിസ് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം തിയോക്രാറ്റിക് സ്റ്റേറ്റ് ലൈക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ ഓർ അതർ ഇസ്ലാമിക് കൺട്രീസ്. ഫർദർ ഇന്ത്യൻ സെക്കുലാറിസം ഗ്യാരണ്ടി ഈക്വൽ ഫ്രീഡം ടു ആൾ റിലീജിയൻ. ഇപ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് പ്രത്യേക ഒരു മതം ഇല്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻസ് ദ റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം ടു ആൾ സിറ്റിസൺ. ഏത് മതവും സ്വീകരിക്കാൻ ഇന്ത്യൻ സിറ്റിസന് അവകാശം ഉണ്ടായിരിക്കും. ദെൻ സിക്സ്ത് പോയിന്റ്, ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ ഡെമോക്രാറ്റിക് സിസ്റ്റം ആൻഡ് ദ അതോറിറ്റി ഓഫ് ദ ഗവൺമെൻറ് റെസ്റ്റ് അപ്പോൺ ദ സോവറിറ്റി ഓഫ് ദ പീപ്പിൾ. ഇപ്പോൾ ഗവൺമെൻറ് അതോറിറ്റി റെസ്റ്റ് ചെയ്യുന്നത് ആരിലാണ്? ദാറ്റ് ഇസ് എ സോവറിറ്റി ഓഫ് ദ പീപ്പിൾ. അപ്പം ജനങ്ങളാണ് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണമായ അധികാരം ജനങ്ങൾക്ക് മാത്രമാണ്. സോ ദ പീപ്പിൾ എൻജോയ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്. അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഒരേ രാഷ്ട്രീയ സമത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശം അല്ലെങ്കിൽ ഇലക്ഷനിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ദീസ് റൈറ്റ് ദ പീപ്പിൾ ഫ്രീലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ദേ ഇലക്ട് ദെയർ ഗവൺമെൻറ്. അവരുടെ ഗവൺമെൻറ്റിനെ അവർ തന്നെ ഇലക്ട് ചെയ്യുന്നു. ഫ്രീ, ഫെയർ ആൻഡ് റെഗുലർ ഇലക്ഷൻസ് വെർ ഹെൽഡ് ഫോർ ഇലക്ടിങ് ഗവൺമെൻറ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഫെയർ ആയിട്ട് ഗവൺമെൻറ്റിനെ ഇലക്ട് ചെയ്യുവാൻ ജനങ്ങൾക്ക് അധികാരം ഉണ്ടായിരിക്കും. ആൻഡ് ദ പീപ്പിൾ ക്യാൻ ചേഞ്ച് ദെയർ ഗവൺമെൻറ് ത്രൂ ഇലക്ഷൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യാനും ജനങ്ങൾക്ക് അധികാരം ഉണ്ടായിരിക്കും. നോ ഗവൺമെൻറ് ക്യാൻ റിമൈൻ ഇൻ ദ പവർ വിച്ച് ഡസ് നോട്ട് എൻജോയ് ദ കോൺഫിഡൻസ് ഓഫ് ദ പീപ്പിൾ. ഇപ്പോൾ ജനങ്ങളുടെ വിശ്വാസമില്ലാതെ ഒരു ഗവൺമെൻറ്റിനും കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് വർക്കിംഗ് ഡെമോക്രസി. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്ത് തന്നെ ഇന്ത്യയാണ്. സെവൻത് പോയിന്റ്, ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക്. സോ ദ പ്രിയാമ്പിൾ ഡിക്ലെയർസ് ഇന്ത്യ ടു ബി എ റിപ്പബ്ലിക്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണെന്ന്. ഇന്ത്യ ഈസ് നോട്ട് റൂൾഡ് ബൈ എ മൊണാർക്ക്. ഇനി വാട്ട് ഈസ് റിപ്പബ്ലിക്? എന്താണ് റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുക? സോ ഇന്ത്യ ഈസ് നോട്ട് റൂൾഡ് ബൈ എ മൊണാർക്ക്. ഇന്ത്യ ഭരിക്കുന്നത് ഒരു മൊണാർക്കല്ല, അല്ലെങ്കിൽ ഒരു രാജാവല്ല, അല്ലെങ്കിൽ ഓർ എ നോമിനേറ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അല്ല. ഇന്ത്യ ഹാസ് ആൻ ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഒരു ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ദാറ്റ് ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഹു വീൽസ് ദ പവർ ഫോർ എ ഫിക്സഡ് ടേം. പ്രസിഡൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ആഫ്റ്റർ എവരി 5 years ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻഡയറക്റ്റ്ലി ഇലക്ട് ദെയർ പ്രസിഡൻറ്റ്. അപ്പോൾ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നു. സോ 8th പോയിന്റ്, ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്.
So Article 1 of the Constitution declares that India, that Bharat is a union of state. The term union of state shows the two important facts. The union of state is not only the result of voluntary agreement among the sovereign state, not the result of voluntary agreement among the sovereign state. The state of India do not enjoy the right to secede from the union. Our Indian union has now 28 states and 7 union territories. ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 28 സ്റ്റേറ്റുകളും 7 യൂണിയൻ ടെറിട്ടറീസുകളും ഉണ്ടായിരിക്കും. ഇപ്പോൾ അത് 29ആയി. സോ മിക്സർ ഓഫ് ഫെഡറലിസം ആൻഡ് യൂണിറ്റേറിയനിസം. While describing India as a union of state, the constitution provides for a federal structure with a unitary spirit. ഇപ്പോൾ ഫെഡറൽ സ്ട്രക്ചർ ആണെങ്കിലും യൂണിറ്ററി സ്പിരിറ്റ് ആണ്. ദ സ്കോളേഴ്സ് ഡിസ്ക്രൈബ് ഇന്ത്യ ആസ് എ കോസി ഫെഡറേഷൻ. ഇപ്പോൾ ഇന്ത്യ ഒരു കോസി ഫെഡറേഷൻ എന്ന് പറഞ്ഞത് KC വേറാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. ഓർ ആസ് എ ഫെഡറേഷൻ വിത്ത് എ യൂണിറ്ററി ബയാസ് ആൻഡ് ഈവൻ ആസ് എ യൂണിറ്റേറിയൻ ഫെഡറേഷൻ. So like a federation, the Constitution of India provides for ഒന്ന് ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്. ഇപ്പോൾ സെൻട്രലും സ്റ്റേറ്റിനും തമ്മിൽ അധികാരം ഡിവൈഡ് ചെയ്യുന്നു. എ റിട്ടൺ റിജിഡ് ആൻഡ് സുപ്രീം കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ട റിജിഡായിട്ടുള്ള ഒരു സുപ്രീം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി വിത്ത് ദ പവർ ടു ഡിസൈഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്. സെൻട്രൽ ഡിസ്പ്യൂട്ടുകളും സ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുകളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടായിരിക്കും. ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് സെൻട്രൽ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഉണ്ടായിരിക്കും. ഹവർ ബൈ പ്രൊവൈഡിങ് വെരി സ്ട്രോങ് സെൻറ്റർ. എന്നാൽ സെൻറ്റർ ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, എമർജൻസി പ്രൊവിഷൻസ്, കോമൺ ഇലക്ഷൻ കമ്മീഷൻ, കോമൺ ആൾ ഇന്ത്യ സർവീസ് എക്സെട്ര. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർലി റിഫ്ലക്റ്റ് ഇറ്റ്സ് യൂണിറ്ററി സ്പിരിറ്റ്. ഇപ്പോൾ ഇന്ത്യ ഈസ് എ ഫെഡറേഷൻ വിത്ത് സം യൂണിറ്റേറിയൻ ഫീച്ചേഴ്സ്. ദിസ് മിക്സർ ഓഫ് ഫെഡറലിസം, യൂണിറ്റേറിയനിസം has been done keeping the view both the pluralistic nature of the society and the presence of the regional diversities as well as due to need for securing unity and integrity of nation. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സർ ഓഫ് ഫെഡറലിസം ആൻഡ് ഫെഡറലുമാണ്, അതോടൊപ്പം യൂണിറ്റേറിയനിസമാണ്. ഇപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. So next one, mixture of rigidity and flexibility. The Constitution of India is rigid in parts. ചില ഭാഗങ്ങൾ വളരെ റിജിഡ് ആയിരിക്കും. സം ഓഫ് its provisions can be amended in a difficult way. അപ്പോൾ അങ്ങനെയുള്ള പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് പ്രൊസീജിയറിലൂടെ ആയിരിക്കും. while others can be amended very easily. In some cases, the Union Parliament can amend some parts of the Constitution by passing simple law. അപ്പോൾ അങ്ങനെയുള്ള പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ലാ പാർലമെൻറ്റ് പാസ്സാക്കിയാൽ മാത്രമേ ചില പ്രൊവിഷൻസുകൾ നമുക്ക് അമെൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സാലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.